നമുക്കിനി കൊല്ലം ജില്ലയുടെ തദ്ദേശ ചിത്രം പരിശോധിക്കാം. കൊല്ലം ജില്ലയുടെ മാപ്പാണ് കണ്ടത്. കൊല്ലം നഗരസഭ, മുനിസിപ്പാലിറ്റി 4 ഡിവിഷനുകൾ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് 26 ഡിവിഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് 11 എണ്ണം, ഗ്രാമപഞ്ചായത്ത് 68 എണ്ണം. കൊല്ലം നഗരസഭ 55 വാർഡുകളാണുള്ളത്. ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. കക്ഷിനില ഇങ്ങനെയാണ്: LDF 38, SDPI 1, BJP 6, UDF 10. മേയർ ഹണി ബെഞ്ചമിനാണ്, CPIയുടെ ഹണി ബെഞ്ചമിൻ. ഈ തെരഞ്ഞെടുപ്പ് മുതൽ 56 ഡിവിഷനാകും. ഒരു ഡിവിഷൻ അധികമായി രൂപീകരിച്ചിട്ടുണ്ട്. കൊല്ലം നഗരസഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ ചുവപ്പ് കോട്ടയാണ്. രൂപീകരണ കാലം മുതൽ ഇങ്ങോട്ട് UDFനെ തൊടിയിച്ചിട്ടേയില്ല. അവിടെ ഇടതുപക്ഷത്തിന്റെ മൃഗീയ ആധിപത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജയം ആവർത്തിക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് ഇക്കുറിയും ഉള്ളത് ഇടതുപക്ഷം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 17 ഇടങ്ങളിൽ BJP 2ാം സ്ഥാനത്തെത്തി എന്നതുകൂടി നമ്മൾ ഓർക്കണം. കൊല്ലത്തെക്കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനും ഒപ്പം BJP തങ്ങൾക്ക് പിടിക്കാനാകും എന്ന ആത്മവിശ്വാസം പുലർത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊല്ലം കോർപ്പറേഷൻ. UDFന് ഇക്കാലയളവിൽ കോർപ്പറേഷനിൽ മേൽക്കൈയൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. BJPക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരിടം കൂടിയാണ്, കേരളത്തിലെ മറ്റൊരിടം കൂടിയാണ് ഈ കൊല്ലം നഗരസഭ. ഇടതുമുന്നണിയിലെ പ്രശ്നങ്ങളിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് അപ്പോഴും UDF. അവിടെ നമുക്കറിയാം മേയർ സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ. മേയർ സ്ഥാനത്തെ ചൊല്ലി CPMഉം CPIയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ അവിടെ നടന്നത് നമ്മുടെ രാഷ്ട്രീയ ഓർമ്മകളിൽ ഉണ്ടാകും. ധാരണപ്രകാരം 2.5 കൊല്ലം CPMഉം 2.5 കൊല്ലം CPIയും എന്നുള്ളതായിരുന്നു അവിടെ ഭരണം പങ്കിടേണ്ടിയിരുന്നത്. പക്ഷേ ആ ധാരണ തെറ്റുന്നത് നമ്മൾ കണ്ടു. അവിടെ CPM മേയറായിരുന്ന പ്രസന്ന എണസ്റ്റ് രാജിവെച്ചില്ല. 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ രാജിവെച്ചില്ല. ഉടൻ തന്നെ അതിൽ പ്രതിഷേധിച്ച് CPIയുടെ ഡെപ്യൂട്ടി മേയർ PK മധു രാജിവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ ഒരു വലിയ തോതിൽ മേയർ തർക്കം നടക്കുന്ന ഇടതുമുന്നണിയിലെ ഒരു വലിയ പ്രശ്നമായി അത് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. കൗൺസിൽ യോഗത്തിൽ നിന്ന് CPI വിട്ടുനിന്നു. മാധ്യമങ്ങളിലൂടെ പരസ്യ പ്രതികരണമൊക്കെ നടത്തുന്നത് കണ്ടു CPI നേതാക്കൾ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങൾ CPI രാജിവെച്ചു. അങ്ങനെ വലിയ തോതിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ, അവിടെ ഇടതുമുന്നണിയിൽ CPMഉം CPIയും 2ആയി മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴായിരുന്നു സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടായത്. പ്രസന്ന എണസ്റ്റ് രാജിവെക്കുകയും ഹണി ബെഞ്ചമിൻ മേയർ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തത്. കോർപ്പറേഷന് മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കീറാമുട്ടികളുണ്ട്. തിരുവനന്തപുരത്തേതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം വലിയ പ്രശ്നമാണ്. അവിടെ തെരുവിളക്ക് വിഷയം അവിടെ വലിയ വിഷയമായി ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിലെ പലയിടങ്ങളും, പ്രധാന ഇടങ്ങൾ പോലും ഇരുട്ടിലാണ്. തെരുവു നായശല്യം അത് കേരളത്തിൽ എല്ലായിടത്തുമുള്ള പ്രശ്നമാണ്. അത് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളവും കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളവും വലിയ പ്രശ്നം തന്നെയാണ് തെരുവു നായശല്യം. ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ഇപ്പോൾ ഷമീർ, കൊല്ലത്ത് മുന്നണികളുടെ പ്രതീക്ഷ എന്താണ്? കൊല്ലം ഒരു ചുവപ്പ് കോട്ട എന്ന് പറയുമ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മുന്നണികൾ എന്തൊക്കെ തരം പ്രതീക്ഷകൾ അവിടെ വച്ചു പുലർത്തുന്നുണ്ട്? എന്തൊക്കെയാണ് കൊല്ലത്തെ പ്രധാന വിഷയങ്ങൾ? ലക്ഷ്മി പത്മ, ഈ കോർപ്പറേഷൻ രൂപീകരിച്ച അല്ലെങ്കിൽ നഗരസഭ രൂപീകരിച്ച കാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ LDFന്റെ കുത്തകയാണ് ആ കോർപ്പറേഷൻ ഭരണം. 55 ഡിവിഷനുകളിൽ 38 ഇടത്താണ് LDFന്റെ മൃഗീയ ഭൂരിപക്ഷം. അതിൽ CPIക്ക് 10 ബാക്കിയുള്ളത് മൊത്തവും CPM ആണ് ഭരിക്കുന്നത്. അതായത് ഒറ്റയ്ക്ക് ഭരിക്കാൻ അവർക്ക് കഴിയും. ആ സാഹചര്യത്തിലാണ് ഈ മേയർ മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ വൈകിപ്പിച്ചത്. അതായത് CPIക്ക് മേയർ സ്ഥാനം നൽകാതെ വൈകിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അത് പിന്നീട് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുകയും ചെയ്തു. നമുക്ക് ഈ ഒരു കോർപ്പറേഷൻ്റെ ഘടന പരിശോധിക്കുമ്പോൾ, രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ തന്നെ എവിടെയും LDFന് ഇത്തരത്തിൽ വലിയ ഭൂരിപക്ഷം, അതായത് എല്ലാ ഡിവിഷനുകളിലും മൃഗീയമായ ഭൂരിപക്ഷം. RSP മുമ്പ് ഈ മുന്നണിക്കൊപ്പം ഉണ്ടായിരുന്നപ്പോൾ, ഇടതു മുന്നണിക്ക് ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ ഉള്ള അതേ ഭൂരിപക്ഷം തന്നെയാണ് ഈ 2 തെരഞ്ഞെടുപ്പുകളിലും LDFന് ലഭിച്ചിട്ടുള്ളത്. കോൺഗ്രസിനാണെങ്കിൽ അവിടെ നിലം തൊടാൻ കഴിയാത്ത രീതിയിൽ 6 സ്ഥലങ്ങൾ
സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ 10 ഇടങ്ങളിൽ 10 ഇടങ്ങളിൽ കോൺഗ്രസ് ഉണ്ട്, അത് UDF ഉണ്ട്. അതിൽ 6 ഇടങ്ങളിൽ കോൺഗ്രസ് ഉണ്ട്, 4 ഇടങ്ങളിൽ RSP ഉണ്ട്. അങ്ങനെ RSP ഒന്ന് ചുരുങ്ങുന്ന നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞു. വലിയ വിഷയങ്ങൾ കോർപ്പറേഷന് മുമ്പിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ BJPയുടെ വളർച്ചയാണ്. 2 കൗൺസിലറിൽ തുടങ്ങിയ BJP ഇപ്പോൾ 6 കൗൺസിലർമാരാണ് കോർപ്പറേഷനിൽ BJPക്കുള്ളത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 17 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ 2ാം സ്ഥാനത്തേക്ക് BJP വരികയും ചെയ്തത്. BJPയാണ് ഒരു മുഖ്യ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ടതില്ല. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ 5 വർഷം ഈ കഴിഞ്ഞ 4.5 വർഷ കാലഘട്ടത്തിനിടയിൽ തന്നെ നടത്തിയ സമരങ്ങൾ BJP നടത്തിയ സമരങ്ങൾ, അതും വലിയ വലിയ സമരങ്ങൾ ഏറ്റെടുത്ത് BJP നടത്തുമ്പോൾ അവിടെയെങ്ങും UDFന്റെ സാന്നിധ്യം കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കശുവണ്ടി മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ കൊല്ലം കോർപ്പറേഷനിൽ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ആ തെരുവുവിളക്ക് പ്രശ്നം, അതുപോലെ തന്നെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് എത്താം. അടുത്ത പകുതിയിൽ പ്രശ്നങ്ങളിലേക്ക് എത്താം. അവിടെയുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്ത് പരിശോധിച്ചാൽ ആകെ ഡിവിഷൻ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ ഇതാണ് കക്ഷിനില. ഇങ്ങനെയാണ്. LDF 23, UDF വെറും 3 ഇടത്താണ് ഉള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപനാണ് CPMന്റെ. കുന്നത്തൂർ ഡിവിഷനിൽ നിന്നുള്ള മെമ്പറാണ് അദ്ദേഹം. ഇടതുമുന്നണിയുടെ കോട്ട ആണ് ഈ കൊല്ലം ജില്ലാ പഞ്ചായത്ത്. UDFന് ഇതുവരെയും കാലുകുത്താൻ കഴിയാത്ത ഇടം, ചുവപ്പ് കോട്ട എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി മുനിസിപ്പാലിറ്റികളിലേക്ക് നമുക്ക് പോയാൽ 4 മുനിസിപ്പാലിറ്റികളാണുള്ളത്. കൊട്ടാരക്കര, പുനലൂർ, പരവൂർ, കരുനാഗപ്പള്ളി. ഇതിൽ 4-ൽ 3 ഇടതുപക്ഷത്തിനാണ്, ഇടതു ഭരണമാണുള്ളത്. അതിൽ കൊട്ടാരക്കര പരിശോധിച്ചാൽ കക്ഷിനില ഇങ്ങനെയാണ്. LDF 16, UDF 8, BJP 5. പരവൂർ ഇങ്ങനെയാണ് കക്ഷിനില. LDF 14, BJP 4, UDF 14. ഇതാണ് അവസ്ഥ. പരവൂർ ഈ ഒപ്പത്തിനൊപ്പമാണ്, പക്ഷേ അവിടെ ഭരണം പരവൂർ ഒരേ ഒരു സ്ഥലം, ഒരു മുനിസിപ്പാലിറ്റി മാത്രമാണ് അവിടെ UDF ഭരിക്കുന്നത്. അതും നറുക്കെടുപ്പിലൂടെ അവരിലേക്ക് ഭരണം എത്തുകയായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇനി കരുനാഗപ്പള്ളി നോക്കിയാൽ LDF 25, BJP 4, UDF 6. ഇതാണ് കക്ഷിനില. പുനലൂർ കക്ഷിനില ഇങ്ങനെയാണ്. LDF 21, UDF 14. അവിടെ BJP ഇല്ല. ഇതാണ് പൊതുവിലുള്ള ചിത്രം. 4 മുനിസിപ്പാലിറ്റികളിൽ 3 ഇടത്ത് LDF, ഒരിടത്ത് മാത്രം നേരത്തെ നമ്മൾ പറഞ്ഞ പരവൂരിൽ മാത്രമാണ് UDF ഉള്ളത്. അത് UDFന്റെ അവിശ്വാസം കൊണ്ടുവന്നപ്പോൾ നറുക്കെടുപ്പിലൂടെ ഭരണം UDFന് കിട്ടുകയായിരുന്നു അവിടെ. ഇനി നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കടക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ കക്ഷിനില ഇങ്ങനെയാണ്. LDF 10, UDF ഒരേ ഒരിടത്ത് മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ UDFന് ഭരണം ഉള്ളത്. ഇതാണ് കക്ഷിനില. ചടയമംഗലത്ത് LDF 13, UDF 2. അഞ്ചൽ LDF 13, UDF 2. ചവറ LDF 5, UDF 8. ഇതാണ് ഒരേ ഒരു പഞ്ചായത്ത്, ചവറ മാത്രമാണ് ഈ ബ്ലോക്കിൽ, ഒരേ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമാണ് UDF ഭരിക്കുന്നത്. അതിതാണ് ചവറ. അവിടെ UDF 8 ഉണ്ട്. ചിറ്റുമല LDF 11, UDF 1. മറ്റെല്ലായിടത്തും ദയനീയമാണ് കാര്യങ്ങൾ. അവിടെ ചിറ്റുമലയിൽ NDAക്ക് ഒരിടത്ത് ഭരണമുണ്ട്. ഇത്തിക്കര LDF 10, UDF 2. അവിടെയും NDAക്ക് ഒരിടത്ത് ഭരണമുണ്ട്. കൊട്ടാരക്കര LDF 11 ഡിവിഷനുകളിൽ LDF, UDF 2 ഡിവിഷനുകളിൽ. മുഖത്തല LDF 14, UDF 1. അങ്ങനെയാണ് കക്ഷിനില. ഓച്ചിറ LDF 13, UDF 1. എല്ലായിടത്തും തന്നെ UDFൻ്റേത് ദയനീയ പ്രകടനം എന്ന് പറയേണ്ടി വരും. പത്തനാപുരത്ത് LDF 7, UDF 6. അവിടെ ഭേദമാണ് കാര്യങ്ങൾ. UDF വളരെ ഒരു ഡിവിഷന് മാത്രമാണ് പിന്നിട്ട് നിൽക്കുന്നത്. ശാസ്താംകോട്ട LDF 9, UDF 5. വെട്ടിക്കവല LDF 10, UDF 4. ബ്ലോക്ക് പഞ്ചായത്തുകളും ചുവപ്പ് കോട്ടകളാണ് എന്ന് പറയേണ്ടി വരും. ചവറയിൽ RSPയുടെ പിന്തുണയോടെയാണ് നമ്മൾ നേരത്തെ കണ്ട ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഒരിടത്ത് മാത്രമാണ് UDF ഉള്ളത്. അവിടെ ഭരണം RSPയുടെ പിന്തുണയോടെയാണ് UDF അവിടെ ഭരിക്കുന്നത്. നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ചിത്രം നോക്കാം. ഗ്രാമപഞ്ചായത്തിൽ 68
ആണ്. അതിനകത്ത് LDF 46 ഇടത്ത്, UDF 22 ഇടത്ത്, ഇങ്ങനെയാണ് കക്ഷിനില ഉള്ളത്. അവിടെ ഇടത് ആധിപത്യം തന്നെയാണ് ഗ്രാമപഞ്ചായത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ പോരുവഴി എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്, നമുക്ക് എല്ലാ പഞ്ചായത്തുകളുടെയും കാര്യം വിശദമായി പരിശോധിക്കാൻ കഴിയില്ല, പക്ഷേ പോരുവഴി എന്ന് പറയുന്ന പഞ്ചായത്ത് വളരെ ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ കൗതുകമുള്ള പഞ്ചായത്താണ്. പോരുവഴിയിൽ UDF ആണ് ഭരിക്കുന്നത്. 6 വാർഡുകളാണ് അവർക്കുള്ളത്. BJP 5 വാർഡുകളുമായുണ്ട്. SDPI 2 വാർഡുകളുമായുണ്ട്. പിന്നിൽ LDF 5 ഇടത്താണ് ഉള്ളത്. അവിടെ SDPI BJP പിന്തുണയോടെയാണ് UDF ഭരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. BJPയും SDPIയും പിന്തുണച്ച് ഭരണം നേടിയതോടെ കോൺഗ്രസിൽ നിന്ന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്തിനെ പാർട്ടി പുറത്താക്കുന്നത് നമ്മൾ കണ്ടു. അതായത് അവിടെ പോരുവഴി പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൈപ്പത്തി ചിഹ്നത്തിലുള്ള UDF പ്രതിനിധിയാണ്. അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു. എങ്കിൽ പോലും ഭരണം UDFനാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് അത് എന്നുള്ളത് വലിയ രാഷ്ട്രീയ കൗതുകമുള്ള ഒരു കാര്യമാണ്. BJPയും SDPയും പിന്തുണച്ചതോടെ ആണ് അദ്ദേഹത്തെ ഏതായാലും ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടെ എല്ലാ സ്ഥാനങ്ങളും BJPക്കാണ് ഉള്ളത്. സത്യത്തിൽ BJP ആണോ അവിടെ ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ BJP ആണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ സാങ്കേതികമായി അതങ്ങനെയല്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് ഏതായാലും അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ളത്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ളത്. കല്ലുവാതുക്കൽ പഞ്ചായത്ത്, അവിടെ BJP 9 ഇടത്തുണ്ട്, LDF 6 ഇടത്തുണ്ട്, കോൺഗ്രസ് 8 ഇടത്തുണ്ട്. ഇതാണ് കല്ലുവാതുക്കൽ പഞ്ചായത്തിൻ്റെ സ്ഥിതി. അവിടെ BJPയുടെ പിന്തുണയോടെയാണ് UDF ഭരിക്കുന്നത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അവിടെ BJP ആണ്. പക്ഷേ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ BJP അവിടെ ഭരിക്കുകയാണ്. BJPയിലെ വിഭാഗീയതയിൽ അംഗങ്ങൾ ചേരിതിരിഞ്ഞ് അവിശ്വാസം കൊണ്ടുവന്നതോടുകൂടിയാണ് അവിടെ ഭരണം UDFലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെയാണ് BJPയിലെ വിഭാഗീയതയിൽ അംഗങ്ങൾ ചേരിതിരിഞ്ഞ് അവിശ്വാസം കൊണ്ടുവന്നതോടെ ആ പഞ്ചായത്തിൽ ഭരണം UDFന് കിട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. പക്ഷേ അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP തന്നെയാണ്. ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, പഞ്ചായത്തുകളിൽ ഇങ്ങനെ 2 ഇടത്താണ് ഒരു കൗതുകകരമായ രാഷ്ട്രീയ സാഹചര്യം ഉള്ളത്. അതല്ലാതെ നിരവധി അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് ഈ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ളവ. കൊല്ലം ജില്ല പൊതുവെ അങ്ങനെ തന്നെയാണ്. അവരുടെ പ്രശ്നങ്ങൾ പ്രധാനമായും എന്തൊക്കെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും നഗരസഭയിലടക്കം ഈ തെരുവ് നായ പ്രശ്നം, തെരുവ് വിളക്ക് പ്രശ്നം, ഇതൊക്കെ വലിയ തോതിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. എന്തൊക്കെ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണ്ണയിക്കും? ലക്ഷ്മി പത്മ, ജില്ലാ പഞ്ചായത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മൃഗീയ ഭൂരിപക്ഷം തന്നെയാണ് ഇപ്പോൾ LDFനുള്ളത്. അത് ബ്ലോക്ക് പഞ്ചായത്ത് ആകട്ടെ, ഗ്രാമപഞ്ചായത്ത് ആകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, എല്ലാ സ്ഥലങ്ങളിലും മൃഗീയ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ പോലും തന്നെ പ്രാദേശികപരമായ വിഷയങ്ങൾ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് കശുവണ്ടി വിഷയം അത് പ്രാദേശിക വിഷയം അല്ലെങ്കിൽ പോലും കശുവണ്ടി ഫാക്ടറികൾ, ഏതാണ്ട് 800-ൽ വരുന്ന കശുവണ്ടി ഫാക്ടറികൾ അടഞ്ഞു കിടക്കുകയാണ്. ആ ഫാക്ടറികളിൽ തൊഴിൽ ചെയ്യുന്ന പല തൊഴിലാളികളും ഇപ്പോൾ ഈ തൊഴിലിന് വേണ്ടി പഞ്ചായത്തുകളുടെ കീഴിൽ തൊഴിലെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ കൂടുതലായ ആൾക്കാർ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് വന്നതോടുകൂടി അവർക്ക് തൊഴിൽ ദിനങ്ങൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പല പഞ്ചായത്തുകളിലും അത് ചർച്ചയായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കുടിവെള്ള പ്രശ്നം പല പഞ്ചായത്തുകളിലും ചർച്ചയായി വരുന്നുണ്ട്. അതുപോലെ ഈ അഴിമതി ആരോപണ പ്രശ്നങ്ങൾ പല പഞ്ചായത്തുകളിലും, അഴിമതി ആരോപണ വിഷയങ്ങൾ, കയർ മേഖലയിലെ വിഷയങ്ങൾ, മത്സ്യമേഖലയിലെ വിഷയങ്ങൾ, അങ്ങനെ സമഗ്രമായ മേഖലയിലെ വിഷയങ്ങളും ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പ്രാദേശികമായ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ പെൻഷൻ നൽകാത്ത, അതായത് ക്ഷേമ പെൻഷനുകൾ വൈകിപ്പിച്ച വിഷയം, ഇതൊക്കെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF പ്രധാനമായും ചെയ്തത് യുവാക്കളെയും അതുപോലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകളെ മത്സരരംഗത്തേക്ക് ഇറക്കി മത്സരിപ്പിച്ചാണ് ആ ചുവപ്പുകോട്ട അവർ കാത്തത്. അതുപോലെ
അതുപോലെ ഇത്തവണ UDF എന്തായിരിക്കും ഇതിൽ കാത്തുവച്ചിരിക്കുന്നത്? കഴിഞ്ഞ UDF മത്സരിച്ച ആളുകളൊക്കെ തന്നെ ഏതാണ്ട് പ്രായാധിക്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ UDF വലിയ ചർച്ചയ്ക്ക് വന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതായത് യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം പഞ്ചായത്ത്, വാർഡ്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലൊക്കെ തന്നെ നൽകണമെന്നൊരു ആവശ്യം യൂത്ത് കോൺഗ്രസ് ഉയർത്തിയിരുന്നു. പക്ഷേ അതിനുമൊക്കെ ഉപരിയായി BJP ഇതിൽ നിന്നും വ്യത്യസ്തമായി അവർ യുവാക്കൾക്കും അതുപോലെ പുതിയ തലമുറയ്ക്കും അവസരം നൽകിയെടുത്ത് ഇത്തവണ UDF എങ്ങനെയായിരിക്കും മത്സരരംഗത്തേക്ക് വരിക? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം RSP എന്ന രാഷ്ട്രീയ പാർട്ടി ഉള്ളത് കൊല്ലത്താണ്. അവരുടെ സംഘടനാ സംവിധാനം ഏറ്റവും വലുതായി ചലിപ്പിക്കാൻ കഴിയുന്ന പാർട്ടി. ആ പാർട്ടിയുടെ അപജയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തു പോലും പച്ച തൊടാൻ കഴിയാത്ത രീതിയിൽ വലിയ രീതിയിൽ അവർ പരാജയപ്പെട്ടു പോകുന്നു. അതായത് UDFനൊപ്പം ചേർന്ന ശേഷം അവർക്കൊരു ചിത്രമില്ലാതായി, തദ്ദേശ സ്ഥാപനങ്ങളിൽ അവർക്കൊരു പ്രാതിനിധ്യമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് അവർ എത്തുന്നു. അത് പരസ്യമായി തന്നെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി AICC അടക്കമുള്ള ആളുകൾ UDF സംസ്ഥാന കമ്മിറ്റിയിലും അതുപോലെ ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ ഉയർത്തി കാലുവാരി തോപ്പിക്കുന്ന ആളുകളാണ് കോൺഗ്രസിലുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിനൊപ്പം മത്സരിച്ചതുകൊണ്ടാണ്, ഇത്തരത്തിൽ UDFനൊപ്പം ചേർന്ന് മത്സരിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ വാർഡ് തലങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലുമൊക്കെ ഞങ്ങൾക്ക് വലിയ പരാജയം നേരിടേണ്ടി വന്നതെന്ന് RSP പറയുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ആ സാഹചര്യത്തിന് മാറ്റം വരണമെന്ന് RSP തന്നെ പറയുന്നു. ഷിബു ബേബി ജോണാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി RSPയുടെ കൂടി പിന്തുണയോട് കൂടിയാണ് ഈ ചവറ ബ്ലോക്കിൽ UDF ഭരിക്കുന്നത്. അങ്ങനെ സർവ്വതല സ്പർശിയായി രാഷ്ട്രീയപരമായും ഈ വിഷയം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊല്ലത്ത് വലിയ ചർച്ചയാകും. അതിൽ RSPയുടെ വിഷയം വലിയ ചർച്ചയാവും, കശുവണ്ടി വിഷയം ചർച്ചയാവും, തെരുവുനായ വിളക്ക് വിഷയം ചർച്ചയാവും. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തെരുവ് വിളക്കിൻ്റെ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. പ്രാദേശികമായി വരുന്ന പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് വഴക്കുകളും ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ പ്രതിഫലിച്ചില്ല എങ്കിൽ കോൺഗ്രസിന് പച്ച തൊടാൻ കഴിയും. അവർക്ക് അത്യാവശ്യം വലിയ സംഖ്യയിലേക്ക് എത്താൻ കഴിയും. നേരത്തെ ലക്ഷ്മി പത്മ പറഞ്ഞതുപോലെ അത്യന്തം ദയനീയമായ പരാജയമാണ്, ദയനീയമായ സ്ഥിതിയാണ് ജില്ലയിൽ ആകമാനം UDFനുള്ളത്. പക്ഷേ അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കൊട്ടാരക്കര നഗരസഭയിൽ കൊടിക്കുന്നിൽ സുരേഷാണ് അവിടെ പാർലമെൻറ്റ് അംഗം. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ്, അവിടെ കൊടിക്കുന്നിലാണ്. അതുപോലെ കരുനാഗപ്പള്ളി നഗരസഭയുടെ കീഴിൽ വരുമ്പോൾ അവിടെ KC വേണുഗോപാലാണ്. അവിടെയൊക്കെ വലിയ മുന്നേറ്റം നേടാൻ കഴിയും. അതുപോലെ കൊല്ലത്തേക്ക് വരുമ്പോൾ NK പ്രേമചന്ദ്രനാണ് മത്സരിച്ച് വിജയിച്ചത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ചിത്രം വ്യത്യസ്തമാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മറുചിത്രമാണ്. LDFനൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇത്തവണ അതിനൊക്കെ മാറ്റം വരുമോ, അല്ലെങ്കിൽ BJP എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ലക്ഷ്മി പത്മ. തീർച്ചയായും അവിടെ ഷമീർ പറഞ്ഞതുപോലെ RSP വളരെ ദയനീയ പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. UDFനൊപ്പം ചേർന്നതിന് ശേഷം അവരുടെ രാഷ്ട്രീയ ശക്തി ചോർന്ന നിലയിലുള്ള ഒരു ദയനീയമായ പ്രകടനമാണ് കൊല്ലത്ത് കാണുന്നത് എന്നാണ് ഷമീർ പറഞ്ഞത്. അതിനൊപ്പം BJPയുടെ അതിശക്തമായ പ്രകടനം അത് തന്നെയായിരിക്കും ഗതി നിർണ്ണയിക്കുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ കൊല്ലത്തിൻ്റെ മണ്ണ് ഇടത് രാഷ്ട്രീയത്തിന് അനുകൂലമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയവും ശക്തമായ ഭരണവിരുദ്ധ വികാരവും മുതലെടുക്കാം എന്ന പ്രതീക്ഷയിലാണ് ഏതായാലും UDF ഉള്ളത്. അതുകൊണ്ട് അവർ ഈ കണക്കുകളിലും ചരിത്രത്തിലും UDF ഏതായാലും കൊല്ലത്ത് വിശ്വസിക്കുന്നില്ല. അടുത്ത കാലത്ത് ജില്ലയിൽ BJP വലിയ കരുത്തു കാട്ടിയതും നമ്മൾ കണ്ടതാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിലെ അനുകൂല തരംഗം നിലനിൽക്കുന്നു എന്നാണ് അപ്പോഴും LDFന്റെ അവകാശവാദം. കർഷകരും കശുവണ്ടി തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഒക്കെയുള്ള ജില്ലയിൽ സാമുദായിക സമവാക്യങ്ങളും വളരെ വളരെ നിർണായകമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി പോരിൽ തീപ്പാറും പോരാട്ടത്തിനാകും ഏതായാലും കൊല്ലം സാക്ഷ്യം വഹിക്കുക. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേള.